വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമകളിലെ നിറസാന്നിധ്യമായിരുന്നു ഷക്കീല. സൂപ്പർ താര ചിത്രങ്ങൾക്ക് പോലും അക്കാലത്ത് വലിയ വെല്ലുവിളിയായിരുന്നു ഷക്കീല ചിത്രങ്ങൾ. പ്രമുഖ താരങ്ങളുടെ മലയാള സിനിമകൾ തുടരെ പരാജയപ്പെട്ട മലയാള സിനിമാ ലോകം സാമ്പത്തികമായി മോശം അവസ്ഥയിൽ നിൽക്കെയാണ് ഷക്കീലയുടെ സിനിമകൾ തരംഗമാവുന്നത്. വൻ ജനാവലി ഷക്കീലയുടെ സിനിമകൾക്കെത്തി. അന്ന് ഷക്കീല എന്ന പേര് പലപ്പോഴും മുഖ്യധാരയിൽ ഒരു മോശം ഇമേജിൽ അറിയപ്പെട്ടു. സിൽക്ക് സ്മിതയ്ക്ക് ശേഷമാണ് ഷക്കീല BB ഗ്രേഡ് സിനിമകളിൽ തിളങ്ങുന്നത്. നല്ല സിനിമകളുടെ ഭാഗമാവണമെന്ന് ഷക്കീല ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഷക്കീലയ്ക്ക് വന്നില്ല. ഡ്യൂപ്പിനെ വെച്ച് രംഗങ്ങൾ ചിത്രീകരിച്ച് ഇത് ഷക്കീല എന്ന പേരിൽ തിയേറ്ററുകളിൽ എത്തുന്ന സാഹചര്യവും ഉണ്ടായി. ഇതോടെയാണ് മലയാള സിനിമകളിൽ നിന്നും മാറി നിൽക്കാൻ ഷക്കീല തീരുമാനിച്ചത്. നിലവിൽ സിനിമാ തിരക്കുകളിൽ നിന്നെല്ലാം വിട്ടുമാറി ചെന്നൈയിൽ താമസിച്ചു വരികയാണ് താരം. തന്റെ പഴയ ഇമേജ് മാറി തമിഴ്നാട്ടുകാർ തന്നെ അമ്മ എന്ന് വിളിക്കുമെന്നും ഷക്കീല മുമ്പ് ചൂണ്ടിക്കാട്ടിയിരുന്നു. നടിയുടെ വെളിപ്പെടുത്തലുകൾ പലപ്പോഴും വിവാദങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഷക്കീല പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്കിടയാക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ തന്റെ 15-ാം വയസ്സ് മുതൽ 21-ാം വയസ്സ് വരെയുള്ള പ്രണയത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് താരം. തമിഴ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഷക്കീല ഇത് വ്യക്തമാക്കുന്നത്. ഷക്കീലയുടെ രണ്ടാമത്തെ പ്രണയമായിരുന്നു ഇത്. തമിഴ് സൂപ്പർ താരം അജിത്തിന്റെ ഭാര്യയും മുൻ നടിയുമായ ശാലിനിയുടെ സഹോദരൻ റിച്ചാർഡ് ആയിരുന്നു ഷക്കീലയുടെ ആ കാമുകൻ. ശാലിനിയുടെയും ശ്യാമിലിയുടെയും സഹോദരനായ റിച്ചാർഡുമായുള്ള പ്രണയമായിരുന്നു അത്. ഞങ്ങൾ അയൽക്കാരായിരുന്നു, നല്ല സുഹൃത്തുക്കളും. 15-16 വയസ്സ് പ്രായമേ കാണൂ. പ്ലേ സ്റ്റേഷൻ എന്ന ഗെയിം കളിക്കാൻ കൂട്ടിനോ എപ്പോഴും റിച്ചാർഡിനെ വിളിക്കും. അങ്ങനെയാണ് സുഹൃത്തുക്കളായത്. അത് പിന്നീട് പ്രണയമായി. 21 വയസ്സ് വരെ ആ ബന്ധമുണ്ടായിരുന്നു. പിന്നീട് റിച്ചാർഡ് സിനിമകളിൽ കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാനും തിരക്കിലായി. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പറയാതെ തന്നെ ഞങ്ങൾ വേർപിരിഞ്ഞു പോകുകയായിരുന്നു. ആ പ്രണയം എന്തിനു വിട്ടു കളഞ്ഞു എന്ന് തോന്നാറുണ്ട്. സംസാരിക്കാമായിരുന്നു എന്ന് തോന്നും. ഓർത്ത് ഇപ്പോഴും എനിക്കൊരു ഫീൽ തോന്നാറുണ്ട്. പക്ഷേ റിച്ചാർഡ് ഇപ്പോഴും എൻ്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ്. ഞങ്ങൾ വിളിക്കാറും സംസാരിക്കാറും ഒക്കെ ഉണ്ടെന്നും ഷക്കീല പറയുന്നു. നിലവിൽ ഇപ്പോൾ എനിക്കൊരു പ്രണയമുണ്ട്. പക്ഷെ അദ്ദേഹം ഉടനെ വിവാഹിതനാകും. വധു ഞാനല്ല. അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നില്ലെന്നും ഷക്കീല അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ സാഹചര്യം കാരണം അദ്ദേഹത്തിന് കല്യാണം കഴിച്ചേ മതിയാവും. ഞാൻ മുസ്ലിമും അദ്ദേഹം ഹിന്ദുവുമാണ്. ഇത്തരം പ്രശ്നങ്ങൾ വരുമെന്ന് എനിക്കറിയാം. അതിനാൽ കല്യാണം കഴിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ചെയ്തോ എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ കഷ്ടപ്പെടുത്തരുത്. ഇഷ്ടപ്പെട്ട ആൾ സന്തോഷമായിരിക്കാൻ വേണ്ടതാണ് ചെയ്യേണ്ടത് എന്നും ഷക്കീല പറയുന്നു. എന്തായാലും ഷക്കീലയുടെ നഷ്ടപ്രണയം വലിയ ചർച്ചയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇത് വെളിപ്പെടുത്തിയത് റിച്ചാർഡിനെ അപമാനിക്കാൻ വേണ്ടിയാണ്. ഇത് അജിത്തിനും ശാലിനിക്കുമെല്ലാം അപമാനമാണ്. മനഃപൂർവ്വം അവരെ കരിവാരി തേക്കുകയാണ്. ഒരാളുടെ കുടുംബം കൂടി നശിപ്പിച്ചു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി അതൊക്കെ പറയേണ്ട കാര്യം എന്താണ്? അയാൾ നിങ്ങളെ പോലെയല്ല. കുടുംബമുണ്ട്. അന്നത്തെ പ്രായത്തിലെ സൗഹൃദമൊക്കെ പ്രണയമെന്ന് വിളിക്കാമോ? അതും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും എന്നിങ്ങനെ ഷക്കീലയെ വിമർശിച്ചാണ് ഭൂരിഭാഗം പേരും കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഷക്കീലയെ അനുകൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയത്. സ്നേഹിച്ച ഷക്കീല മാത്രം എങ്ങനെയാണ് കുറ്റക്കാരിയാകുന്നത്? ഒരാളെ സ്നേഹിക്കുന്നത് ഇത്രയും വലിയ തെറ്റാണോ? പ്രണയം എന്നും സൗന്ദര്യമുള്ളതാണ്. തുറന്നു പറയുന്നതിൽ തെറ്റൊന്നുമില്ല എന്നിങ്ങനെ പോകുന്നു മറ്റു ചില കമന്റുകൾ.